പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരിയിലാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. ജനുവരി 20 ട്രംപ് അധികാരമേറ്റതിനു ശേഷം മോദിയുമായി നടത്തിയ ആദ്യ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വന്നത്. ട്രംപിന്റെ US സന്ദർശന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. USന് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണുള്ളതെന്ന് ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്നതിൽ ഇന്ത്യ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവസാന വിദേശയാത്ര അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ ഇന്ത്യയിലേക്കായിരുന്നു. 2024 നവംബറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം US പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ച 3 മികച്ച ലോക നേതാക്കളിൽ പ്രധാനമന്ത്രി മോദിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മോദിയുടെ അവസാന അമേരിക്കൻ സന്ദർശനം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസിനും ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയ്ക്കുമൊപ്പം അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മക്കയിലെയും മദീനയിലെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ വിദേശികൾക്ക് നിക്ഷേപ അവസരം. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ വിദേശ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്താൻ അനുവദിക്കുന്ന വിപ്ലവകരമായ നയം സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി പ്രഖ്യാപിച്ചു. ഈ മാറ്റം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. വിദേശ മൂലധനത്തെ ആകർഷിക്കുന്നതിനും സൗദി മൂലധന വിപണിയെ ഉത്തേജിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. വിശുദ്ധ നഗരങ്ങളിൽ ഭാവിയിൽ വരാൻ പോകുന്ന വികസന പദ്ധതികളെയും പിന്തുണയ്ക്കും. സൗദി വിഷൻ 2030 സാമ്പത്തിക വൈവിധ്യവൽക്കരണ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് പ്രഖ്യാപനം. അടുത്ത 10 വർഷത്തിനകം $100 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നത്. എണ്ണ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറച്ച് സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനാണ് ശ്രമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ധാരണ. 5 വർഷത്തിനു ശേഷമാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നത്. 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും കൈലാസ മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നിലവിലുള്ള കരാറുകൾ പ്രകാരമാണ് വിമാന സർവീസും മാനസരോവർ യാത്രയും വീണ്ടും ആരംഭിക്കുന്നത്. നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റ് സഹകരണവും പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ചൈന വിദഗ്ധതല യോഗം ചേരാനും ചൈന സമ്മതിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്ന് ചർച്ചയിൽ വന്നിരുന്നു. 2020 കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാനസരോവർ യാത്ര നിർത്തിവെച്ചിരുന്നു. പിന്നാലെ ഗൽവാൻ സംഘർഷവും അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തതോടെയാണ് യാത്ര പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉയർന്ന അളവിൽ ക്ലോറൈറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ യൂറോപ്പിലെ പാനീയങ്ങൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ട് കൊക്കോകോള. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന ആശങ്കയെ തുടർന്നാണ് തീരുമാനം. ക്ലോറേറ്റ് ഉയർന്ന അളവിൽ പാനീയങ്ങളിൽ കണ്ടെത്തിയതിനാൽ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതായി കൊക്കക്കോളയുടെ യൂറോപ്യൻ ബോട്ടിലിംഗ് യൂണിറ്റ് അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബെൽജിയത്തിലെ ഗെറ്റിലെ കൊക്കക്കോളയുടെ ഉൽപാദന കേന്ദ്രത്തിൽ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഉയർന്ന അളവിലുള്ള ക്ലോറേറ്റ് കണ്ടെത്തിയത്. ക്ലോറേറ്റ് അധികമായി അടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ കോക്ക്, ഫാൻഡ, സ്പ്രൈറ്റ്, ട്രോപ്പിക്കോ, മിനിറ്റ് മെയ്ഡ് ബ്രാൻഡുകൾ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ബെൽജിയം, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ലക്സംബർഗ്, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ വിതരണം ചെയ്ത ക്യാനുകളിലും ഗ്ലാസ് ബോട്ടിലുകളിലും ക്ലോറേറ്റ് കണ്ടെത്തിയതായി കമ്പനി അറിയിച്ചു. ക്ലോറിൻ അടിസ്ഥാനമാക്കിയുള്ള അണുനാശിനികൾ ജലശുദ്ധീകരണത്തിനും ഭക്ഷ്യസംസ്കരണത്തിലും ഉപയോഗിക്കുമ്പോൾ ക്ലോറേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉയർന്ന അളവിലുള്ള ക്ലോറേറ്റ് എക്സ്പോഷർ കുട്ടികളിൽ തൈറോയ്ഡ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതേസമയം അമിതമായ അളവിൽ ക്ലോറേറ്റ് അടങ്ങിയ ശീതളപാനീയം വിറ്റഴിച്ചതായി ബ്രിട്ടനിൽ നിന്ന് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കൊക്കക്കോള വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും അവരുമായി സഹകരിക്കുന്നത് തുടരുമെന്നും കൊക്കക്കോള കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിലേക്ക് സന്ദർശകരുടെ പ്രവാഹം. ഇതുവരെ ആഘോഷത്തിൽ പങ്കെടുത്തത് 10 ലക്ഷം പേർ. കുടുംബങ്ങളുടെയും ബാച്ചിലേഴ്സിനെയും ഒരുപോലെ ആകർഷിച്ച മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ മുന്നേറുന്നു. ഫെബ്രുവരി 1 വരെ നീളുന്ന ആഘോഷത്തിന് തുടക്കമിട്ടത് ഡിസംബർ 23 7 വേദികളിലായാണ് പരിപാടികൾ അരങ്ങേറുന്നത്. ദിവസേന വൈകിട്ട് 4 മുതൽ രാത്രി 11 മണിവരെയാണ് മസ്കറ്റ് നൈറ്റ്സ് വേദികളിൽ പരിപാടികൾ നടക്കുക. ഖുറം നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ പുഷ്പമേളയാണ് ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണം. സാഹസിക വിനോദങ്ങൾ, ഫുഡ് കോർട്ടുകൾ, സാംസ്കാരിക പരിപാടികൾ, ലേസർ ഷോകൾ എന്നിവയെല്ലാം കാണികളെ ആകർഷിക്കും. കുട്ടികൾക്കായും ആകർഷകമായ ഒട്ടേറെ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.